നമസ്കാരം. 2017 കേരളത്തെ നടുക്കിയ വാളയാർ ഇരട്ടക്കൊലപാതക കേസിൽ പുതിയ കുറ്റപത്രവുമായി CBI. കുട്ടികളുടെ മാതാപിതാക്കളെയും ഒന്നാം പ്രതിയുമായ ബന്ധുവിനെയും കുറ്റക്കാരായി കണ്ടെത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നതെന്ന് പ്രമുഖ മാധ്യമമായ ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മാതാപിതാക്കൾ പ്രതികൾക്ക് കൂട്ടുനിന്നുവെന്നാണ് CBI കുറ്റപത്രം. വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികൾ ഒന്നാം പ്രതിയുടെ ലൈംഗിക പീഡനത്തിനിരയായത് അമ്മയുടെയും അച്ഛന്റെയും മനഃപൂർവ്വമായ അനാസ്ഥ മൂലമാണെന്ന നിഗമനത്തോടെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും നടത്തിയ നിയമ പോരാട്ടമാണ് കേസ് അന്വേഷണത്തിന് CBI എത്തിച്ചത്. CBIയുടെ കുറ്റപത്രം പ്രകാരം വാളയാറിലെ 13 വയസ്സുള്ള പെൺകുട്ടിയെ 2017 ജനുവരി 13-ന് 9 വയസ്സുള്ള സഹോദരി അതേ വർഷം മാർച്ച് 4-നുമാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഇരുവരും വർഷങ്ങളായി ലൈംഗിക പീഡനത്തിനിരയായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ മുന്നിൽ വെച്ച് അമ്മ ഒന്നാം പ്രതിയായ ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മൂത്ത മകളെ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്ത വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നതായി ദ ഹിന്ദു ചൂണ്ടിക്കാട്ടുന്നു. അവധി ദിനങ്ങളിൽ പ്രതിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി മദ്യം നൽകി സന്തോഷിപ്പിക്കുമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2016 ഏപ്രിലിൽ ഒന്നാം പ്രതി മൂത്ത മകളെ പീഡിപ്പിക്കുന്നത് നേരിൽ കണ്ടെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ കുട്ടിയെ ഒന്നാം പ്രതി പീഡിപ്പിക്കുന്നത് അച്ഛൻ കണ്ടതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നിട്ട് മാതാപിതാക്കൾ കേസിനെ മറച്ചുവെക്കുകയും ഇളയ കുട്ടിയെ പതിവായി പ്രതിയുടെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. സഹോദരി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പ്രതി തന്നെ ഇളയ പെൺകുട്ടിയെയും അതേവിധം ഉപദ്രവിച്ചതായി CBI കുറ്റപത്രത്തിൽ പറയുന്നു. മൂത്ത മകളെ ഒന്നാം പ്രതി പീഡിപ്പിച്ചുവെന്നറിഞ്ഞിട്ടും ഇളയ മകളെയും ഇതേ പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അമ്മ കൂട്ടുനിന്നു. പ്രതി മദ്യവുമായി വീട്ടിൽ വരുന്നത് അമ്മ പ്രോത്സാഹിപ്പിച്ചു. ഇവരുടെ ഭർത്താവും ഇതിന് കൂട്ടുനിന്നിരുന്നുവെന്നാണ് 2 ആഴ്ച മുമ്പ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ CBI പറയുന്നത്. കുറ്റപത്രത്തിൽ പറയുന്നത് പ്രകാരം 2016 ഏപ്രിലിൽ ഇളയ മകളെ ഒന്നാം പ്രതി ചൂഷണം ചെയ്യുന്നതിന് അമ്മ സാക്ഷ്യം വഹിച്ചിരുന്നു. 2 ആഴ്ചയ്ക്ക് പിന്നാലെ അച്ഛനും ഇതേ കാഴ്ച കണ്ടു. എന്നിട്ടും മൂത്ത മകളെ ഇതേ പ്രതി ലൈംഗിക ചൂഷണം ചെയ്ത കാര്യം മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല. മാത്രമല്ല പ്രതിയുമായി സൗഹൃദം തുടരുകയും ചെയ്തു. മൂത്ത മകൾ മരിച്ചിട്ട് പോലും ഇളയ മകളെ പ്രതിയുടെ വീട്ടിലേക്ക് ദമ്പതികൾ പറഞ്ഞയച്ചു. ചേച്ചിക്ക് സംഭവിച്ചതെല്ലാം ഇളയ കുട്ടിക്കും അറിയാമായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ CBI ചൂണ്ടിക്കാട്ടുന്നത്. 2017 ജനുവരി 13-നാണ് വാളയാറിൽ മൂത്ത പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെപ്പെട്ടത്. മാർച്ച് 4-ന് ഇളയ പെൺകുട്ടിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 13-ഉം 9-ഉം വയസ്സായിരുന്നു കുട്ടികൾക്ക്. വിചാരണ കോടതി പ്രതികളെയെല്ലാം വെറുതെ വിട്ടതിനെ തുടർന്നാണ് കേസ് CBIയിലേക്ക് എത്തുന്നത്. മക്കൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി പെൺകുട്ടികളുടെ അമ്മ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. നീതി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇവർ തലമുണ്ഡനവും ചെയ്തിരുന്നു. കേസിലെ പ്രതികളെ ആദ്യഘട്ടത്തിൽ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. തന്റെ മക്കളുടെ മരണത്തിന് നീതി തേടി മാതാവ് പ്രക്ഷോഭം ആരംഭിക്കുകയും തലമുണ്ഡനം ചെയ്യുകയും ചെയ്തു. ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ഫ്രോക്ക് ചിഹ്നം തെരഞ്ഞെടുത്തതും വിവാദമായി. 2021-ൽ കേസ് വീണ്ടും അന്വേഷിക്കാൻ CBI അന്വേഷണ ചുമതല ഏറ്റെടുത്തപ്പോൾ പ്രതികൾക്കെതിരെ 6 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ മാതാപിതാക്കളെയും പ്രതികളാക്കിയുള്ള പുതിയ കണ്ടെത്തലുമാണ് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. വാളയാർ കേസിൽ മാതാപിതാക്കളെ പ്രതിയാക്കിയത് കേരളത്തിൽ പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിക്കുമെന്നതാണ് വലിയ വിലയിരുത്തൽ. കേസിന്റെ വിചാരണ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.